എന്താണ് ഭീകരതയ്ക്ക് മതമില്ല എന്ന് കോടതി പറഞ്ഞതാണ്. അത് ആ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ കോടതി പറയുന്നത് ഹിന്ദുത്വ ഭീകരവാദമാണ് ഈ നടന്നത് എന്ന പല ഭാഗത്തുള്ള ആരോപണങ്ങൾക്ക് ഒരു ഇതായിട്ടാണ്. അപ്പോൾ അതിനെതിരെയായിട്ടാണ് BJP ഇന്ന് മുഴുവൻ പ്രതികരണങ്ങളിൽ BJP നേതാക്കൾ പറയുന്നൊരു കാര്യം. BJP RSS നേതാക്കൾ ഇതോട് പ്രതികരിച്ച ആളുകളെല്ലാം പറയുന്നത് ഹിന്ദു ഭീകരവാദം എന്ന് കോൺഗ്രസും മറ്റും ഉയർത്തിയ ആക്ഷേപം ശരിയല്ല എന്ന് ഈ കോടതി പറഞ്ഞതിലൂടെ തെളിഞ്ഞു, ഈ വിധിയോടെ തെളിഞ്ഞു എന്നാണ്. അതിനകത്ത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം എനിക്ക് തോന്നുന്നു ഹർഷൻ, അതായത് ഹിന്ദു ഭീകരവാദം എന്ന് കോൺഗ്രസും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു എന്നാണ് ഈ ആളുകളെല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ളൊരു പരിചയമായിട്ടാണ് കോടതിയുടെ ഈ പരാമർശം വന്നതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദു ഭീകരവാദം എന്നല്ല, ഹിന്ദുത്വ ഭീകരവാദം എന്നാണ് ശരിയാവണ്ണം ഈ മാലേഗാവ് സ്ഫോടനം ഉണ്ടായപ്പോൾ അതിനുശേഷം ഉണ്ടായിരുന്ന സംഗതികളെക്കുറിച്ച് ആളുകൾ വിശേഷിപ്പിക്കാൻ, ഇതിനെ എതിർക്കുന്ന ആളുകൾ വിശേഷിപ്പിക്കാൻ വേണ്ടി പ്രയോഗിച്ചത്. ഹിന്ദു ഭീകരവാദം എന്നും ഹിന്ദുത്വ ഭീകരവാദം എന്ന് പറയുന്നത് രണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ ശരിയാണ്. അതായത് മതം അല്ല ഭീകരവാദം ചെയ്യുന്നത്. മതത്തെ വെച്ച് എന്തോ ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ കളികളാണ് യഥാർത്ഥത്തിൽ തീവ്രവാദത്തിന് പിന്നിൽ. അപ്പോൾ രാഷ്ട്രീയ മതമാണ് ഭീകരവാദത്തെ ഉണ്ടാക്കുന്നത്, മതമല്ല. ഒരു മൂല്യബോധം എന്ന നിലക്ക് മനുഷ്യരെല്ലാവരും സാധാരണക്കാർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സംഗതി എന്ന നിലക്ക് മതം തീവ്രവാദത്തെ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇത് വെച്ചിട്ട് ഈ മതം എന്ന് പറയുന്ന മനുഷ്യരുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ കിടക്കുന്ന, നൂറ്റാണ്ടുകളായിട്ട് കിടക്കുന്ന ഈ സംഗതിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനായിട്ട് അതിനെ ഉപയോഗിക്കുന്നതിനെയാണ് ഈ പറയുന്ന ഭീകരവാദമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഹിന്ദു ടെറർ എന്ന് പറയുന്നതും ഹിന്ദുത്വ ടെറർ എന്ന് പറയുന്നതും രണ്ടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കയ്യാളായിട്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഭീകരവാദം ഉണ്ടാകുന്നത് അത് അങ്ങനെ തന്നെ പറയണം. അല്ലാതെ ഇസ്ലാം ഭീകരവാദം എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരവാദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയല്ല, മതം മൂല്യബോധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ് ഈ സംഭവത്തിന് ശേഷവും അതിനു മുമ്പുമായിട്ട് BJP RSS നേതാക്കൾ, പ്രത്യേകിച്ചും ഈ പ്രഗ്യാ സിംഗിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വരിയുണ്ടല്ലോ, അതായത് ഭീകരവാദത്തിൽ മതമില്ല എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ വസ്തുതയാണ്. പക്ഷേ ഇവർ പറയുകയാണ്, കോൺഗ്രസും ഞങ്ങളെ എതിർക്കുന്ന ആളുകളും ഹിന്ദു ടെറർ എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ ആകെ ഹിന്ദു ഭീകരവാദികളാക്കി ചിത്രീകരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഗതിയിൽ നിൽക്കുന്ന ഈ പക്ഷം അത് വെച്ചിട്ട് ഭീകരവാദം ഉണ്ടാക്കുന്നു. അങ്ങനെ നടത്തിയ ഭീകരവാദ പ്രവർത്തനമാണ് ഈ മാലേഗാവിലെ സ്ഫോടനം എന്നതായിരുന്നു ഈ കാലങ്ങൾ മുഴുവൻ ഇനി അങ്ങോട്ടും ആളുകൾ പറയാൻ പോകുന്നത്.